എല്ലാവർക്കും നമസ്കാരം. പുതിയൊരു സാമ്പത്തിക വർഷം വന്നെത്തിയിരിക്കുകയാണ്. ബിസിനസ്സൊക്കെ ചെയ്യുന്ന ടോപ്പ് ലെവൽ മാനേജ്മെൻറ്റിൻ്റെയൊക്കെ ഭാഗമായിട്ടൊക്കെ നിൽക്കുന്ന ആളുകൾ, അല്ലെങ്കിൽ ഒരു പ്രസ്ഥാനത്തിലൊക്കെ ജോലി ചെയ്യുന്ന ഏതൊരാളും നമ്മളൊരു പുതുവർഷത്തെ സ്വീകരിക്കുന്ന അതേ പ്രതീതിയോടുകൂടി തന്നെ കാണേണ്ട ഒരു സമയമാണ് ഒരു പുതിയ സാമ്പത്തിക വർഷം എന്ന് പറയുന്നത്. കാരണം ആ ഒരു ബിസിനസ് ഇയറിൽ, പ്രത്യേകിച്ച് ഒരു ഏപ്രിൽ മുതൽ മാർച്ച് വരെയുള്ള ഒരു സാമ്പത്തിക വർഷത്തിൽ നമ്മളെടുക്കുന്ന പല തീരുമാനങ്ങളും, ആ തീരുമാനങ്ങൾക്ക് അതിൻ്റേതായ പ്രസക്തിയുണ്ട്. നമ്മുടെ ബിസിനസ്സുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന സ്റ്റേക്ക് ഹോൾഡേഴ്സ് എന്ന് വിളിക്കുന്ന നമ്മുടെ ബിസിനസ്സിൻ്റെ കസ്റ്റമേഴ്സ്, നമ്മുടെ സപ്ലയേഴ്സ്, നമ്മുടെ എംപ്ലോയീസ്, നമ്മളുമായി സഹകരിക്കുന്ന ബാങ്ക്, ആരൊക്കെ ഉണ്ടോ അവരിലേക്കൊക്കെ നമ്മുടെ ഈ വർഷത്തെ ABP അഥവാ ആനുവൽ ബിസിനസ് പ്ലാൻ, നമ്മുടെ വിഷൻ, നമ്മുടെ ഒബ്ജക്റ്റീവ്സ്, ഇതൊക്കെ ഒന്ന് എത്തിക്കേണ്ട സമയമാണ്. അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ ആനുവൽ ബിസിനസ് പ്ലാൻ ഡെവലപ്പ് ചെയ്യുകയും അത് ഇംപ്ലിമെൻറ്റ് ചെയ്യുകയും ചെയ്യുക എന്നുള്ളതിൽ എല്ലാവരും ഒന്ന് ശ്രദ്ധിക്കുക. പറയുമ്പോൾ ഇത് ഭയങ്കര കോംപ്ലിക്കേറ്റഡ് ആയിട്ടൊന്നും ചിന്തിക്കേണ്ട. അടുത്തൊരു വർഷത്തേക്ക് നമ്മൾ വിഭാവനം ചെയ്യുന്ന പദ്ധതി എന്താണ്, അടുത്ത 12 മാസങ്ങൾ കഴിയുമ്പോൾ നമ്മുടെ സ്ഥാപനം എവിടെ എത്തിയിരിക്കണം, അതിനെ ചിലപ്പോൾ ക്വാർട്ടർലി വൈസും മന്ത്ലി വൈസൊക്കെ റിവ്യൂ ചെയ്യാൻ പറ്റുന്ന രീതിയിൽ നമ്മുടെയൊക്കെ ബിസിനസ്സിൽ ഏതൊക്കെ ഫങ്ഷൻസ് ഉണ്ടോ, ഫങ്ഷൻസ് പറയുമ്പോൾ പർച്ചേസ് ഉണ്ടായിരിക്കാം, ഇൻവെൻറ്ററി മാനേജ്മെൻറ്റ് ഉണ്ടായിരിക്കാം, സർവീസ് ഉണ്ടായിരിക്കാം, സെയിൽസ്, മാർക്കറ്റിംഗ്, ഫിനാൻസ്, അക്കൗണ്ട്സ്, HR, അങ്ങനെ എന്തൊക്കെ കാര്യങ്ങളുണ്ടോ അതിനൊക്കെ വ്യക്തമായ ഒരു മാനദണ്ഡം, പ്ലാൻ ഡെവലപ്പ് ചെയ്തിരിക്കുക. നമ്മൾ എത്തിച്ചേരേണ്ട ഒരു ടാർഗറ്റ്, അല്ലെങ്കിൽ നമ്മുടെ ഉള്ളിൽ ഒരു റവന്യൂ ടാർഗറ്റ് ഉണ്ടാവും. അതിലേക്കൊക്കെ എത്തിച്ചേരണമെങ്കിൽ ഈ ഓരോ ഫങ്ഷൻസും അതിനനുസരിച്ച് സ്ട്രീം ലൈൻ ചെയ്യപ്പെടേണ്ടതുണ്ട്. വളരെ പ്രായോഗികമായി ചിന്തിച്ചുകൊണ്ട് മുൻപുള്ള കാര്യങ്ങളൊന്ന് അസസ് ചെയ്ത് ഒരു ഫിനാൻഷ്യൽ പ്രൊജക്ഷൻ്റെയൊക്കെ സഹായത്തോടു കൂടി ഇത്തരം കാര്യങ്ങളൊക്കെ ചെയ്താൽ ബിസിനസ് ചെറുതാവട്ടെ വലിയ തോതിലുള്ളതാവട്ടെ നമുക്കൊരു ക്ലാരിറ്റി കിട്ടും. വലിയ ബിസിനസ് സ്ഥാപനങ്ങളിലൊക്കെ ഇത് ചെയ്യുന്നതിന് അതിൻ്റെ വിദഗ്ധരായ വ്യക്തികളൊക്കെ ഉണ്ട്. ചെറുകിട സ്ഥാപനങ്ങളൊക്കെ ചെയ്യുന്ന ആളുകളാണെങ്കിലും ഇതൊക്കെ ഒന്ന് മനസ്സിലാക്കിയാൽ വളരെ നന്നായിരിക്കും. എന്തെങ്കിലും ഡൗട്ടുകളൊക്കെ ഉണ്ടെങ്കിൽ ഇത്തരം കാര്യങ്ങളൊക്കെ സപ്പോർട്ട് ചെയ്യാൻ നമുക്കൊക്കെ സാധിക്കും. ഉറപ്പായിട്ടും ഓരോ ബിസിനസ്സുകൾ വളർത്തുക, വളരുക, അങ്ങനെ ഒരു സാഹചര്യം ഉണ്ടാവുക എന്നുള്ളത് നമ്മളൊക്കെ ആഗ്രഹിക്കുന്ന കാര്യമാണ്. അപ്പോൾ അതിനുവേണ്ടി ഒന്ന് എടുത്തു പറഞ്ഞതാണ്. ആനുവൽ ബിസിനസ് പ്ലാനൊക്കെ സെറ്റ് ചെയ്ത് ഈ പുതുവർഷം അതിഗംഭീരമായി മുന്നോട്ട് കൊണ്ടുപോകാൻ എല്ലാവർക്കും സാധിക്കട്ടെ. നമ്മളെയൊക്കെ സപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന എല്ലാവരോടുമുള്ള നന്ദി അറിയിക്കുന്നു. എല്ലാവർക്കും ഓൾ ദി ബെസ്റ്റ്.